ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കല്ലേ, അപ്പോൾ എല്ലാവരും കൃഷ്ണനായിട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇവിടെ പിള്ളേരൊക്കെ ഒന്ന് അണിയിച്ചൊരുക്കാന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. കൃഷ്ണനാവാന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. പിന്നെ ചേച്ചി മുന്നേ കൃഷ്ണനായ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് നല്ല ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ പറയുമ്പോഴേക്കും കണ്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല ആൾ, പറയുമ്പോഴേക്കും കണ്ണടച്ച് കിടക്കും. അപ്പോൾ ഇതേ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ കൂടെ ജസ്റ്റ് അരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ ഒരു സമയത്തേക്ക് ആയതുകൊണ്ട് തന്നെ പൗഡറൊന്നും അങ്ങനെ ഇടിപ്പിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബഡ്സ് വെച്ചിട്ട് കൺമഷി എടുത്ത് മുകളിലും ജസ്റ്റ് ആ കോർണർ ഭാഗത്തും കൂടി ഒന്നാക്കും. അപ്പോൾ അല്ലേ ആ ഒരു നല്ല രസത്തിലൊന്ന് കിടക്കുക ആ ഒരു കോർണർ ഏരിയ. അങ്ങനെ എന്നിട്ട് ഞാനിപ്പോൾ അതേ കാണിച്ചു തരാം കേട്ടോ. അതേ ഇപ്പോൾ കാണിക്കാമെന്ന് പറയുമ്പോൾ ആളെ എനിക്കും കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ബാക്കി ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ ഇതേ കണ്ണൊക്കെ ഇത് എഴുതി സെറ്റായിട്ടുണ്ട്. പിന്നെ പുരികം വരയ്ക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതല്ലേ, ചെറിയ കുട്ടികളാകുമ്പോൾ കാണിച്ചു തരും ചെയ്യും. അപ്പോൾ ഇത് ഇടയിലിടയിൽ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണേ. അപ്പോൾ ഇത് ഇനി പുരികത്തിൻ്റെ പണിയാണ് എടുത്തത്. വലിയ കുഴപ്പമില്ല. ഞാനിങ്ങനെ പുരികം വരയ്ക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാ കോർണർ ഭാഗത്തും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കും. അപ്പം നല്ല ഈക്വലായിട്ട് രണ്ട് സ്ഥലത്തും കിട്ടില്ല. എന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല പരക്കാണ്ട് നല്ല സ്റ്റൈലായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പോവും, ഒരെണ്ണം ഇങ്ങോട്ട് പോവും. അങ്ങനെയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കൊടുക്കാറില്ല. എനിക്ക് തോന്നുമ്പോൾ ഒന്ന് എഴുതും, അത്രേ ഉള്ളൂ. അധികം അങ്ങനെ എഴുതി കൊടുക്കാറില്ല. അപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തത് പൊട്ടിൻ്റെ പരിപാടിയാണ്. മോള് പിന്നെ ഇഷ്ടമാണ് മൊത്തത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, കണ്ണെഴുതാനും പുരികെഴുതാനും ഒക്കെ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ, നമ്മൾ സിന്ദൂരമായിട്ട് യൂസ് ചെയ്യില്ലേ നാട്ടിലൊക്കെ, അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ആക്കുകയാണ് ചെയ്യണേ. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചന്ദനം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇത് ലിക്വിഡ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ പറയണടത്ത് കിട്ടും. അതല്ലെങ്കിൽ കുട്ടികൾ മര്യാദയ്ക്ക് ഇരിക്കില്ല, അതിൻ്റെ ഇടയിൽ ഇത് ഒഴുകും ചെയ്യും, അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മുകളിലിരുന്ന് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഡോട്ട് ഡോട്ട് ഇടുമ്പോഴും കുഴപ്പമില്ല, നല്ല സുഖം, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് മോൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവൾ അവിടെ നിന്ന് ചിരി തുടങ്ങിയിട്ടുണ്ട്, നോക്കുന്നുണ്ട് ആൾ കണ്ടോ. ഐ സുന്ദരി. എന്നിട്ട് അപ്പോൾ ഇത് അടുത്ത ആൾ കേട്ടോ. അടുത്ത ആൾ ഈ പറഞ്ഞ പോലെ മോന് കണ്ണങ്ങനെ കാര്യമായിട്ട് എഴുതിക്കുന്നില്ല കേട്ടോ. ലൈറ്റായിട്ട് കോർണർ മാത്രമേ എഴുതിക്കുന്നുള്ളൂ, മുകളിലേക്ക് അത്രയ്ക്ക് അവിടെ എഴുതിക്കുന്നില്ല. മോൻ വലുതായത് കൊണ്ട് തന്നെ തീരെ കണ്ണും പുരികൊന്നും എഴുതിക്കാറില്ല ഞാനിപ്പോൾ കൃഷ്ണനാകുമ്പോൾ പിന്നെ ഇതൊന്നും എഴുതിയില്ലെങ്കിൽ പിന്നെ സെറ്റാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ ഇച്ചിരി കൺഫ്യൂഷനായി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്താൽ മതി. രണ്ട് സ്റ്റാർട്ടിങ് പോയിന്റിലും ഓരോ ഡോട്ട് ഇടുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക, നല്ല എളുപ്പത്തിൽ പോരും. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ യു ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ എടുത്തിട്ട് യു ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ ഡോട്ട് ഡോട്ട് അങ്ങനെ. മോന് പിന്നെ അവർ കാണിക്കണം കണ്ടപ്പോൾ തന്നെ ചെയ്യണം എന്ന് ആയിട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെ സാരി ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഒന്നും ഇല്ല, ഉള്ളത് കൊണ്ട് നമുക്ക് ഭംഗിയാക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതേ മോൻ്റെ സെറ്റായിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ നോക്കുമ്പോഴാണ് കാണുന്നത് എന്താ ബാക്കിയുള്ളതെന്ന്. ഇപ്പോൾ കുറിയരെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറിയ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്തത് മോൾക്ക് കേട്ടോ. മോൾക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി വാലുഭാഗം ഉണ്ടെങ്കിലാണ് നല്ല രസം വരിക. ഇച്ചിരി സ്മജ് ചെയ്ത പോലെ കുറച്ച് നിൽക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു രസം വരിക. പിന്നെ ആ കോർണറും ഒക്കെ ഫോട്ടോയിലും ഇച്ചിരി പരന്ന പോലെ ഉണ്ടെങ്കിലല്ലേ ഒരു രസം. പ്രത്യേകിച്ച് ഇത്തിരി വലിയ കണ്ണൊക്കെ ആകുമ്പോൾ അതൊരു രസമാണ്. ഇതേ ഭാഗത്തിൻ്റെ കാണിച്ചു തരുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ കാണിച്ചു തരാറൊന്നുമില്ല, ഇത്തിരി വലുതായ കാരണം എല്ലാം സ്വന്തം മേക്കപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് എന്താ ഇതെന്നൊക്കെ നോക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര തിന്നായിട്ടാണ് വരയ്ക്കുക.
അപ്പോൾ അടുത്തത് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ചന്ദ്രകല പോലെ ഇങ്ങനെ വരയ്ക്കാനാണ് കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ 3 ഡോട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് അങ്ങോട്ട് കറക്റ്റായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാച്ചിട്ട് ജസ്റ്റ് ഒരു വേറൊരു ടൈപ്പിൽ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കാമെന്ന് ആദ്യം കരുതിയിട്ടോ. അപ്പോൾ അത്ര അങ്ങോട്ട് സ്യൂട്ട് ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം ഞാനത് മാറ്റിയിട്ട് വേറെ ടൈപ്പിൽ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒരു ട്രയാങ്കിളൊക്കെ പോലെ ചെയ്ത് അങ്ങനെ ഒരു ഡ്രോപ്ലെറ്റൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ. അപ്പോൾ കുറച്ചും കൂടി സ്യൂട്ട് ചെയ്ത് നല്ല ഭംഗിയായി കേട്ടോ. അപ്പോൾ കുഞ്ഞാൾക്ക് ഞാൻ മുടി കെട്ടി കൊടുത്തിരുന്നു, അതൊക്കെ ആൾ ഊരി. ഒരു രക്ഷയില്ല, ഒരു കാര്യമില്ല. ഏറ്റവും അവസാനം ആൾ ഒരുക്കുക നല്ലത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മേക്കപ്പ് സാധനങ്ങളും വാരിത്തേച്ച് ആകെ കൊളാക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഉണ്ടായിരുന്ന മാലയും എല്ലാ സെറ്റും കൂടിയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മൂത്ത ആൾക്ക് ചെറുത്, ബാക്കിയുള്ളവർക്ക് അങ്ങനെ. പിന്നെ മോന് ഒരു മുണ്ടും ഉടുപ്പിച്ച് ഒപ്പം ഒരു കസവിൻ്റെ ഒരു മുണ്ടും കൂടി ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ സാമഗ്രികളൊക്കെ കുറവാണ്, അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അത്രയും പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കുട്ടികളെ കാണാൻ ഇങ്ങനെ തോന്നുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് കാണാനും രസമാണ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. അപ്പോൾ ബാക്കി ഫോട്ടോസും ഇവിടെ ചേർക്കുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ ഫോട്ടോ സ്പെഷ്യലായിട്ട് ചേർക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്തേക്കണേ.